സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് 20 കിലോമീറ്ററൊക്കെ പോയി ഫ്രീ ട്രയൽ കൊടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ക്ലയൻറ്റ് 500 റുപ്പീസാണ് എനിക്ക് ആദ്യത്തെ വരുമാനം 500 രൂപയാണ്. ഒരു സെഷൻ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയി തിരിച്ച് വന്ന് ചെയ്യുന്ന 500 റുപ്പീസാണ്. പെട്രോൾ കാശ് പോലും ആയിട്ടില്ല. ഇല്ല. ഓക്കെ. ഞാൻ മൊബൈലായിട്ട് മെഷീനുമായിട്ട് ക്ലയൻസിൻ്റെ വീട്ടിൽ പോയി ട്രെയിൻ ചെയ്യുമായിരുന്നു. ഓ, അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. ഈ കാറിൽ കയറ്റി മെഷീൻ കാറ് വണ്ടിയിൽ അതിനു വേണ്ടി കാറ് മേടിച്ചു, ചെറിയൊരു കാറ് മേടിച്ചു. ഇത് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഒരു നമ്മുടെ ലാപ്ടോപ്പിന്റെ സൈസുള്ള മെഷീനാണ്. അപ്പൊ ഇത് വിലയുള്ള സാധനമാണ്. വിലയുള്ള സാധനമാണ്. അതെ, കാറിന്റെ 4 മടങ്ങ് വിലയുള്ള സാധനമാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഫ്രീ ഡെമോ കൊടുക്കും. ഫ്രീ ഡെമോസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കാരണം എന്താ അറിയില്ല, നമുക്ക് ക്ലയൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുമോ, ഇതുവരെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ഇവിടെ അത് എങ്ങനെയാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാന്നറിയില്ല. സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് 20 കിലോമീറ്ററൊക്കെ പോയി ഫ്രീ ട്രയൽ കൊടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ക്ലയൻറ്റ് 500 റുപ്പീസാണ് എനിക്ക് ആദ്യത്തെ വരുമാനം 500 രൂപയാണ്. ഒരു സെഷൻ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയി തിരിച്ച് വന്ന് ചെയ്യുന്ന 500 റുപ്പീസാണ്. പെട്രോൾ കാശ് പോലും ആയിട്ടില്ല. ഇല്ല. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ക്ലയൻസിന് റിസൾട്ട് ഉണ്ടായി തുടങ്ങിയപ്പോൾ അവർ റെഫർ ചെയ്ത്, പിന്നെ അങ്ങനെയാണ് വളർന്നത്.